ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചൂടി ബോട്ടം പാൻ്റാണ്. ചൂടി ബോട്ടം പാൻ്റാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരിടുന്ന ഈ കണങ്കാലിൻ്റെ മോളി വരെ ഇറക്കത്തിലാണ് ഇടുന്നത്. അവർ താഴോട്ട് ഇറക്കം ഇടത്തില്ല. സാധാരണ നമ്മൾ ചൂടി ബോട്ടം പാൻറ് തയ്ക്കുമ്പോഴേ എത്ര ഇറക്കം വേണേ അതിനേക്കാളും 4-5 ഇഞ്ച് കൂടുതലിടും. കാരണം അടിഭാഗം ഇങ്ങനെ ചുരുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷെ അങ്ങനെ വേണ്ട. ഇത് വേണ്ടത് ആ കണങ്കാലിൻ്റെ അത്രേ ഇറക്കേ ആകാവുള്ളൂ. അത്ര ഇറക്കം ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇച്ചിരി കൂടെ ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഇറക്കം കുറവായിട്ട് തോന്നും. ഇരുന്നൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ മോൾപോട്ട് പൊങ്ങിയിരിക്കും. അങ്ങനെയുള്ള ഒരു പാൻ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഞാൻ ഈ തുണി കോണോട് കോണാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ ചൂടി ബോട്ടം വെട്ടുന്നത് പോലെ തന്നെ കോണോട് കോണിട്ട് ഞാനിത് വെട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പം ഇതായിട്ട് ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കാൽ വണ്ണമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എത്ര 6 ഇഞ്ച് വണ്ണവും 1 ഇഞ്ച് ലൂസുമായിട്ട് 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പം 10 ഇഞ്ച് വരെ മോൾപോട്ട് 10 ഇഞ്ച് വരെ ഇവിടെ എത്ര വണ്ണം അടയാളപ്പെടുത്തിയോ ആ വണ്ണം തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയ. ഇവിടെ 7 ഞാൻ അടയാളപ്പെടുത്തിയത്. ആ 7 തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മോൾപോട്ട് പോകുന്നവരും ആ വണ്ണത്തിനനുസരിച്ച് ആ തന്ന ആളിന്റെ വണ്ണത്തിനനുസരിച്ച് നമ്മൾ ലൂസ് ഇടണം. ഇവിടെ ലൂസ് ഇടണം എങ്ങനെയാണെങ്കിലും ഈ 16 ഇഞ്ചിന്റെ അവിടെ. പിന്നെ അരവണ്ണം വേണ്ട, അരവണ്ണം മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. പക്ഷെ ഈ ഇവിടെ ഒരു കഷ്ണം ഞാൻ കൊടുക്കും. അവിടെ ഈ കഷ്ണം കൂടാതെ ഇവിടെ ജോയിന്റ് വേണം. ഇത് നല്ല ലൂസ് വരണം. കാരണം ഇത് ചൂടി ബോട്ടോ ക്രോസ് കട്ടിങ് ഇട്ടാ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തെടുക്കുന്ന അറിയാം, ചിലപ്പോൾ നമ്മൾ പൊട്ടിപ്പോവും, മൂട് പൊട്ടിപ്പോവും. അതിനാണ് ഇവിടെ നല്ലോണം ലൂസ് ഇടുന്നത്. ഇനി ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരാവേ. അപ്പോൾ തന്നെ ഞാൻ ഈ ചൂടി ബോട്ടം പാൻറ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇറക്കത്തിനേക്കാളും ഞാൻ പറഞ്ഞല്ലോ 5 ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കും. ഞാൻ പക്ഷെ സാധാ ആ ഇറക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ തയ്യൽ ഇവിടെ പോവും, ഇവിടുത്തെ തയ്യൽ പോവും. ഇവിടെ ഈ മോളിൽ 2 ഇഞ്ച് തയ്യൽ പോവും. അപ്പം അത്രയും പോകുമല്ലോ. അത്രയും പോയതിനു ശേഷം പിന്നെ ഇത് ഫിറ്റായി കിടക്കുന്ന പാൻ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ മോൾപോട്ട് കയറിപ്പോയിക്കോളും. അങ്ങനെയാണ്. അപ്പം കണങ്കാലേ വന്ന് നിൽക്കും ഇറക്കം. അങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരാം. ഇത് എത്ര ഇറക്കം വേണോ അത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലെ പടിക്ക് കൂട്ടിയെടുത്തിട്ടില്ല. ഈ മുകളിലത്തെ പടിക്ക് ഞാൻ കൂട്ടിയെടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഇറക്കത്തെ കുറഞ്ഞു കിട്ടുവാണേ. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച പാൻറ്.